വിശദമായ വാർത്തകളിലേക്ക്. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റം അവസാനിക്കുന്നില്ല. കോഴിക്കോട് ജില്ലാ കോടതിയിലും ടൗൺ പോലീസ് സ്റ്റേഷനിലും മാധ്യമപ്രവർത്തകരെ പോലീസ് കയ്യേറ്റം ചെയ്തു. മാധ്യമപ്രവർത്തകരെ അസഭ്യം പറയുകയും വലിച്ചിഴക്കുകയും ചെയ്തു. അതിക്രമം നടത്തിയ ടൗൺ SI വിമോദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ SIക്കെതിരെ കേസെടുത്തു. അതേസമയം കോഴിക്കോട് ബാർ അസോസിയേഷൻ പോലീസിനെ പിന്തുണച്ച് പ്രമേയം പാസാക്കി. ഐസ്ക്രീം പാർലർ കേസിലെ 2 ഹർജികൾ പരിഗണിച്ച കോഴിക്കോട് ജില്ലാ കോടതിയിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം ആദ്യം നടന്നത്. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഏഷ്യാനെറ്റ് വാർത്താ സംഘത്തെ ടൗൺ SI വിമോദിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു. വലിച്ചിഴച്ചാണ് മാധ്യമപ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. ജില്ലാ ജഡ്ജിന്റെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരമാണ് കസ്റ്റഡിയിലെടുത്തതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നില്ല. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനാൽ കോടതിയിൽ സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് ജില്ലാ ജഡ്ജി പരമേശ്വർ സുബ്രഹ്മണ്യ മുസഡ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകി. മാധ്യമങ്ങളെ കോടതി സമുച്ചയത്തിൽ വിലക്കാൻ നിർദ്ദേശം നൽകിയിരുന്നില്ലെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് അതിക്രമം നടത്തിയ ടൗൺ SI വിമോദിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ 1.5 മണിക്കൂറിലേറെ കുത്തിയിരിപ്പ് സമരം നടത്തി. തുടർന്ന് വൈകുന്നേരത്തിനകം നടപടിയെടുക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർ പിരിഞ്ഞുപോയി. പിന്നീട് ടൗൺ സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്ത ദൃശ്യമാധ്യമത്തിന്റെ DSNG പുറത്തേക്കെടുക്കുന്നതിനിടെയാണ് വീണ്ടും മാധ്യമപ്രവർത്തകരെ അസഭ്യം പറഞ്ഞ് അകാരണമായി കസ്റ്റഡിയിലെടുത്തത്. ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകർ ടൗൺ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ കേസെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ ഉറപ്പു നൽകിയതോടെയാണ് 2 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത്. പരാതി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിലെ ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അന്വേഷണ ഓൾറെഡി സ്റ്റേഷനിലെ CCTV ക്യാമറ ഉണ്ട്. അതിൽ ഫുട്ടേജ് എടുക്കാം. എന്തിവിടെ സംഭവിച്ചു അത് കറക്റ്റായിട്ട് അന്വേഷണം ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, A പ്രദീപ് കുമാർ MLA, DCC പ്രസിഡന്റ് KC അബു തുടങ്ങി വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും KUWJ ഭാരവാഹികളുമാണ് സിറ്റി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തിയത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് DGP ലോക്നാഥ് ബെഹ്റ മാധ്യമപ്രവർത്തകരെ സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ന്യായീകരണമില്ലെന്നും DGP പ്രതികരിച്ചു. സംഭവത്തെ സർക്കാർ അത്യന്തം ഗൌരവകരമായാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംഭവം ദൌർഭാഗ്യകരമെന്നും ഉന്നതതല അന്വേഷണം നടത്തി ഉടൻ നടപടിയെടുക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. ഓഫീസേഴ്സ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാണ്. സസ്പെൻഷൻ ഒരു പ്രൈമ ഫേസി ഒരു പ്രൊസീജിയറാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ വിക്ടിം ഓർ വിക്ടിമിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു പരാതി തരണം. ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കില്ല. അപ്പം ഇത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. പോലീസ് മാധ്യമപ്രവർത്തകരുടെ വഴി തടയാൻ എന്തിനു നിന്നു എന്നത് അത്യന്തം ഗൗരവമായി തന്നെ സർക്കാർ വീക്ഷിക്കുകയാണ്. ഇത് കോടതിയിൽ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ആ കാര്യത്തിൽ ഒരു തടസ്സവും പോലീസ് സൃഷ്ടിക്കേണ്ടതായിട്ടില്ല. അവിടെ ഒരു SIയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ള നടപടിയെ സംബന്ധിച്ച് ഉന്നതതലത്തിൽ അന്വേഷണം നടത്തി മാതൃകാപരമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. SIയെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള നടപടികളൊക്കെ അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിച്ചു നീട്ടി എങ്ങനെയൊന്നും കൊണ്ടുപോകരുത്. ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും കേരളത്തിൽ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാനും അനാവശ്യമായി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ എന്ന് ന്യായമായി സംശയിക്കേണ്ടതായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ തടയാൻ താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ ജഡ്ജി ഹൈക്കോടതി രജിസ്ട്രാറെ അറിയിച്ചു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ കോടതിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ജില്ലാ ജഡ്ജി ഹൈക്കോടതി രജിസ്ട്രാറെ ടെലിഫോൺ മുഖേന അറിയിക്കുകയായിരുന്നു. കോഴിക്കോട് കോടതിവളപ്പിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ ജില്ലാ ജഡ്ജിയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞത്.
മാധ്യമപ്രവർത്തകരെ തടയാൻ താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ജില്ലാ ജഡ്ജി രജിസ്ട്രാറെ അറിയിച്ചു. OB1 കോടതി വളപ്പിനുള്ളിൽ കയറ്റരുതെന്ന് മാത്രമേ നിർദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ കോടതിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം താൻ നൽകിയിരുന്നു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നിർദ്ദേശമെന്നും ഹൈക്കോടതി രജിസ്ട്രാറെ ജില്ലാ ജഡ്ജി അറിയിച്ചു. പോലീസ് ഇതുവരെ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ജില്ലാ ജഡ്ജിയുടെ വിശദീകരണത്തിലുള്ളത് എന്ന് വ്യക്തം. മാധ്യമപ്രവർത്തകരെ തടയുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജില്ലാ ജഡ്ജി നിർദ്ദേശം നൽകിയിരുന്നില്ലെന്നും ഇതോടെ വ്യക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്ന പോലീസ് നടപടി പ്രതിഷേധാർഹമെന്ന് KTF ജനറൽ സെക്രട്ടറി ജോൺ ബ്രിട്ടാസ്. ജനാധിപത്യ പ്രക്രിയയിൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിന് സാഹചര്യം സൃഷ്ടിക്കണം. തുറന്ന കോടതികളുടെ തീരുമാനങ്ങളും വ്യവഹാരങ്ങളും റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും അവകാശങ്ങളും മാധ്യമങ്ങൾക്കുണ്ടായിരിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. വളരെ പ്രതിഷേധജനകമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ജനാധിപത്യ പ്രക്രിയയിൽ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിനുള്ള സാഹചര്യവും അവസരവും ഉണ്ടായിരിക്കണം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് തുറന്ന കോടതികളാണ്. തുറന്ന കോടതികളുടെ വ്യവഹാരങ്ങളും തീരുമാനങ്ങളും നടപടികളും റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശവും ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ട്. അതിനു മുകളിൽ ഏതെങ്കിലും തരത്തിലൊരു വിലക്ക് അല്ലെങ്കിൽ നിഷേധം ഉണ്ടാകുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല, പ്രതിഷേധജനകമാണ്. ഇത് ബന്ധപ്പെട്ടവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KTF പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് കോടതിയിലുണ്ടായ സംഭവം സ്വതന്ത്ര മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി നിസ്സംഗത വെടിയണമെന്ന് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണിത്. ഇത്രയും ദിവസം പോലീസ് നിഷ്ക്രിയമായിരുന്നു. ഇപ്പം പോലീസ് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമണം ദുരൂഹമാണ്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിസ്സഹായത പ്രകടിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇന്നിപ്പോൾ അവിടെ പോലീസാണ് ഇന്ന് രംഗത്ത് വന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് തീരുമാനം കോടതിയുടെയാണ്. അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിൽ പോലീസ് ഇതിൽ ഇടപെടേണ്ടി വന്നു എന്നുള്ളത് തന്നെ വ്യക്തമാക്കണം. മുഖ്യമന്ത്രി കാഴ്ചക്കാരനായിട്ട് നിൽക്കുക. കാഴ്ചക്കാരനായിട്ട് നിന്നാൽ പോരാ, ഈ പ്രശ്നം തീർക്കാൻ നേതൃത്വം കൊടുക്കണം. ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കില്ലെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ അറിയിച്ചു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ കോടതിയിലെ മാധ്യമ ബന്ധ സമിതി യോഗം ചേർന്നാണ് ഇക്കാര്യം പൊതുജനങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ജഡ്ജിമാരുടെ ചേംബറിലും സ്റ്റെനോ പൂളിലും പ്രവേശനം അനുവദിക്കുന്നത് സംബന്ധിച്ച് അതാത് ജഡ്ജിമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് രജിസ്ട്രാർ അറിയിച്ചു. എന്നാൽ അഭിഭാഷകർ ബലമായി അടച്ചുപൂട്ടിയ മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് രജിസ്ട്രാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പരാമർശമില്ല. കോഴിക്കോട് ടൗൺ SIക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. SI വിമോദിനെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം യുവാക്കളെ പ്രാകൃത ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കിയ SIയുടെ നടപടിക്കെതിരെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കേസ്. KM മാണിയെ അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി മാണിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. മാണി UDFന്റെ അവിഭാജ്യ ഘടകമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ തർക്കങ്ങൾ തീർന്നിട്ടില്ലെന്നും ചരൽക്കുന്ന് ക്യാമ്പിന് ശേഷം കാത്തിരുന്ന് കാണാമെന്നും KM മാണി പ്രതികരിച്ചു. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് KM മാണിയും കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം തുടരുമ്പോഴാണ് ഉമ്മൻചാണ്ടി KM മാണിയുടെ പാലായിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം ചർച്ച നടത്തി. ജോസ് കെ മാണി MPയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉമ്മൻചാണ്ടി KM മാണി UDFന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വ്യക്തമാക്കി. UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ തുടക്കം മുതലുള്ള നേതാവാണ് മാണി സാറ്. അപ്പം UDFന് അവിഭാജ്യ ഘടകമാണ് മാണിസാർ. മാണിസാറില്ലാത്ത UDFനെ കുറിച്ച് ആർക്കും ചിന്തിക്കാനേ പറ്റില്ല. അതേസമയം UDFൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസവും തർക്കവും നിലനിൽക്കുന്നുണ്ടെന്നും KM മാണി ആവർത്തിച്ചു. ഞങ്ങൾക്ക് UDFുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കോൺഗ്രസുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അത് ഞങ്ങൾ ചലക്കുന്നിൽ ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ഏകപക്ഷീയമായി തന്നെയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും KM മാണി പറഞ്ഞു. ഉമ്മൻചാണ്ടി KM മാണി കൂടിക്കാഴ്ചയിലും യാതൊരു സമവായവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ആഗസ്റ്റ് 6-7 തീയതികളിൽ ചരക്കുന്നിൽ നടക്കുന്ന കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃക്യാമ്പ് നിർണായകമാകും. അതുവരെ കാത്തിരുന്ന് കാണാം എന്ന സന്ദേശം തന്നെയാണ് KM മാണി കോൺഗ്രസിന് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാട് മറ്റ് നേതാക്കൾ മാതൃകയാക്കണമെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. കോൺഗ്രസ് നേതാക്കൾ ജാതിമത പരിഗണനകൾക്ക് ഉപരിയായി ഉയരണമെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു.
വർഗശത്രുക്കളെ സഹായിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരെ മാലയിട്ട് സ്വീകരിച്ച കാനം രാജേന്ദ്രൻ ഇടത് ഐക്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. രക്തസാക്ഷിയുടെ ഭാര്യയോട് ക്രൂരമായി പെരുമാറിയവർ ഉൾപ്പെടെയുള്ളവരെയാണ് പുറത്താക്കിയത്. വർഗശത്രുക്കൾക്ക് വിടുപണി ചെയ്യുന്നവരെ കൂടെ കൂട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന കാനത്തിന്റെ കണ്ടുപിടുത്തം അദ്ദേഹത്തെയും പാർട്ടിയെയും ശക്തിപ്പെടുത്തുമെങ്കിൽ അത് നല്ലതാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ തുടരുന്നു. കൊൽക്കത്ത പ്ലീനം കൈക്കൊണ്ട തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം വിലയിരുത്തും. ചില്ലറ വിൽപ്പന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ബിസ്മി ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ 2ാമത്തെ ഹൈപ്പർമാർട്ട് വൈറ്റിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഴം, പച്ചക്കറികൾ, ബേക്കറി, സ്റ്റേഷനറി എന്നിവയ്ക്ക് പുറമെ സ്മോൾ അപ്ലയൻസ്, ഫുഡ് കോർട്ട് തുടങ്ങിയ അവശ്യ സാധനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ബിസ്മിയിൽ ലഭിക്കുമെന്ന് MD VA അജ്മൽ അറിയിച്ചു. ഒഡീഷയിൽ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഇടിമിന്നലിൽ 30 പേർ മരിച്ചു. 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ട്. ഉച്ചയോടെ കുർദ, ബലസോർ, ബഹഡാർ, കിഞ്ചിയോർ, മയൂർഭഞ്ച്, നവയഗ്രഹ്, കേന്ദ്രപര, ജാജ്പൂർ തുടങ്ങിയ ജില്ലകളിലാണ് അപകടമുണ്ടായത്. ദിവസങ്ങളായി ജില്ലയിൽ കനത്ത മഴയായിരുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയോടെ ശക്തമായ ഇടിയും മഴയുമുണ്ടായി. പുറം ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർക്കാണ് മിന്നലേറ്റത്. നിരവധി മരങ്ങൾ കത്തിപ്പോവുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്.